ഇവന് കുറച്ച് കൂടുതൽ തേച്ചു കൊടുക്ക. ആ അതെ അതെ, എങ്ങനെ തേച്ചു കൊടുക്കണോന്ന് വെച്ചാ നല്ല ബന്ധങ്ങൾ ഇങ്ങോട്ട് തേടി വന്ന് കല്യാണം നടക്കണം, അതുപോലെ തേച്ചു കൊടുക്കണം. ചേട്ടാ, ഇവരെല്ലാരും കൂടെ നിന്നെ സ്കെച്ച് ചെയ്യുന്ന കാണുമ്പോ അധികം വൈകാതെ നിനക്കും പെപ്പപ്പേ ഡുണ്ടുണ്ടും. അധികം വൈകാതെയെന്നോ? ചിലപ്പോ ഇന്ന് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഓഹോ, നീ പറഞ്ഞുടനെ കല്യാണം കഴിക്കാൻ ഏത് പെൺകുട്ടിയാണ് തയ്യാറായി നിൽക്കുന്നേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നീ അതിപ്പൊ തന്നെ പറ, ഇവിടെ വെച്ച് തന്നെ കല്യാണം അങ്ങ് നടത്താം. കൊച്ചമ്മൊന്നും ചുമ്മാതിരി, അവൻ ഇപ്പൊ തന്നെ സമ്മതം മൂളും. പെണ്ണിനെയൊക്കെ കിട്ടി, പക്ഷെ അവളുടെ സമ്മതം മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവന്റെ മനസ്സിൽ അവളെ കെട്ടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഇവൻ എന്തും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ അലർട്ടായിരിക്കണം. ബ്രോ, എന്താ ഒന്നും വേണ്ടാതെ വെറുതെ എങ്ങനെ ഇരിക്കുന്നത്? ഞാനും ഇന്ന് തന്നെ കല്യാണം കഴിച്ചാലോ എന്നാണോ? വേണമെങ്കിൽ കഴിക്കാലോ, എന്തുകൊണ്ടായിക്കൂടാ? ബ്രോ, വെറുതെ തമാശ പറഞ്ഞല്ലേ. നടക്കാനുള്ള സമയത്ത് കഴിക്കാം, പക്ഷെ ഇപ്പൊ ആ സമയം ആയിട്ടില്ല. ഇവളെന്തിനും ഇങ്ങോട്ട് വരുന്നേ? അല്ലെങ്കിൽ തന്നോട് ടെൻഷൻ അടിച്ചിരിക്കേ. അതിന്റെ ഇടയിൽ ഇവളുടെ ശല്യം കൂടി. ഇവളോട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരിക. ത്രിവിക്രം, നിനക്ക് വരുന്ന ഭാര്യ നിന്നെ സന്തോഷത്തോടെ എന്നും നോക്കട്ടെ. സന്തോഷാണ് അത്ര സന്തോഷം. ഫ്യൂച്ചർ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മായാങ്കനെ എങ്ങാനും പിടിക്കപ്പെട്ട എന്റെ കാര്യം അവിടെ തീർന്നു. മധുമതി, നീയും തേച്ചു കൊടുക്കുമോളെ. ഇവൾ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വരുന്നത്? തൃശ്ശൂലെങ്ങാനും അവളെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ മായാങ്കനെ, എന്തിനും കൂടെ വന്നേ? പിന്നെ എന്നെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാണോ? ഇത്രയും ദിവസം എന്നെ ബന്ധിച്ചിട്ട് വീട്ടുകാരി നഗറ്റിയതും പോരാഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോകാൻ വന്നിരിക്കുക. നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ആരാണെന്ന് പറ. തൃശൂൽ, എന്തു പറ്റി മോനെ? ആരാ കുട്ടി? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മേ, ഞാൻ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് കാണാതായില്ലേ? ഞാൻ ഏത് ഫ്രണ്ടിനെ കാണാൻ പോയെന്നല്ല നിങ്ങളെല്ലാം കരുതിയത്. അതെല്ലാം കള്ളമായിരുന്നു. ഞാൻ ഒരു ഫ്രണ്ടിനും കാണാൻ പോയിട്ടില്ല. പിന്നെ നീ എവിടെ പോയതായിരുന്നു? ഇവളെന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയതമ്മേ. തൃശ്ശൂർ എന്താ മോനെ പറയുന്നേ? അവള് നിന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെന്നോ? അതെ അമ്മേ, അന്ന് ബാച്ചിലേഴ്സ് പാർട്ടി കഴിഞ്ഞു കിടന്ന എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് ഇവളായിരുന്നു. ശിവാനിയുടെ രൂപത്തിൽ വന്ന് എന്നെ അവിടെ കെട്ടിയിട്ടിരിക്കായിരുന്നു.
അപ്പൊ ചേട്ടാ നിന്റെ ഏതോ ഒരു ഫ്രണ്ടിന് പ്രോബ്ലം ആണെന്നും നീ അവിടെയാണെന്ന് ഡാഡി പറഞ്ഞതും? വീണുമോള് നിങ്ങളെ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് മാനേജ് ചെയ്തേ ഉള്ളൂ. ഞാൻ എവിടേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവളാ അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ഇവളെന്തിനാടാ നിന്നെ കിഡ്നാപ്പ് ചെയ്യുന്നത്? നീ എന്താ ഇവളോട് ചെയ്തത്? ഇവള് നിന്റെ ആരാ? അമ്മേ, അതിനൊക്കെയുള്ള ഉത്തരം തരേണ്ടത് ഞാനല്ല, അവള് തന്നെയാ. പറയടി, എന്റെ കൊച്ചുമോനെ നീ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? പറയാ. മായാങ്കനെ, ഞാനവിടുന്ന് കഷ്ടപ്പെട്ട് ഓടി വന്നതാ. എന്നിട്ട് നീ എന്നെ ഇവിടെയും വരെ തേടി വന്നില്ലേ? അതെന്തിനാ? നീ ആരാണെന്ന് മര്യാദയ്ക്ക് പറയുന്നത് നല്ലത്. ഇതിനുള്ള ഉത്തരം തരാതെ നീ ഇവിടുന്ന് പോകാനേ പോകുന്നില്ല. പറയ്, എന്തിനാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അത് ഇല്ല. ഇല്ലാന്നും പറഞ്ഞ് കൈ കഴുകിയ ഞാനങ്ങ് വെറുതെ വിടുന്ന വിചാരം അല്ല. നീ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഉറപ്പായിട്ടും എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ആരോ പറഞ്ഞിട്ടുണ്ട്. ആരാത്? ആരാണെന്ന് എല്ലാവരോടും പറയണം. നീ പറ. അത് ഏയ്, നീ ആരാണെന്ന് പറയാൻ ഉദ്ദേശമില്ലെങ്കിലേ പിന്നെ നടക്കാൻ പോകുന്നത് വേറെയാ. നിന്നെ ഞാൻ പറയാം, ഞാൻ പറയാം. പറയാൻ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത് മറ്റാരുമല്ല, നിന്റെ വീട്ടിലുള്ള ഒരാളാ. ഞങ്ങളുടെ വീട്ടിലുള്ളവരോ? നമ്മുടെ വീട്ടില് ആരാ ഇങ്ങനെ ഒരു പണി കാണിച്ചത്? നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി വീട്ടുകാരെ കൊടുക്കാൻ നോക്കുവാണോ? വീണ്ടും നുണ പറയാ. നീ എന്നെ വെറുതെ ദേഷ്യം കയറാൻ നിൽക്കരുത്. ഇല്ല ഇല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കും. അതാരാണെന്ന് പറയേ. വേറെ ആരുമല്ല. ത്രിവിക്രം. എന്റെ മനസ്സിൽ എന്താ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. തൃശ്ശൂർ അവളെ മനസ്സിലാക്കാനും പാടില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എടുത്തി, എന്താ ഇത്? സാരിയും ജുവൽസും അവിടെ തന്നെ ഉണ്ടല്ലോ. വെറുതെ ഇങ്ങനെ ഇരിക്കാണോ? ഇനി എപ്പോഴാ റെഡിയാവുന്നേ? ഞാൻ റെഡിയാവും. ആകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി സാരി ഉടുക്കണം, ജുവൽസ് ഇടണം, പൂ വെക്കണം. അയ്യോ, എന്തൊക്കെ ചെയ്യാനുണ്ട്. മുഹൂർത്തത്തിന് മുമ്പ് റെഡിയാവുന്നത് അത്ര ഈസിയാണോ? ഏടത്തി ഇങ്ങനെ ലേറ്റ് ആയ ചേട്ടൻ വേറെ ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിക്കുവേ. വേഗമാ. വീണേ, വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വന്നോളാം. അതെന്താ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നേ? പെട്ടെന്ന് റെഡിയാവാനുള്ള വല്ല മാജിക്കും അറിയോ? മാജിക് അറിയാന്ന് തന്നെ വിചാരിച്ചു. ഏടത്തി, ഇതെല്ലാം പോയി ത്രിവിക്രം റോയോട് പറ. അവൻ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കില്ല. ആയിക്കോട്ടെ, വിശ്വസിക്കണ്ട. ശരി ഏടത്തി, പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങോട്ട് വാ. ദേ നോക്കിയേ, ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഹായ് ചേട്ടാ. വീണോളം നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇവിടെ എല്ലാവരും നിന്നെ കാത്തു നിൽക്കല്ലേ. വേഗം വന്നേ. ഏടത്തി ഇനിയും റെഡി ആയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഫോൺ കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ. ചേട്ടത്തി, ദേ സംസാരിക്കണം എന്ന് പറയുന്നു. ഹായ് ശിവാനി.
നീ എന്ത് ഇതുവരെയായിട്ട് റെഡി ആവാത്ത? എന്ത് പറ്റി നിനക്ക്? എന്നെ അനിയത്തി പറയുന്നൊന്നും കേൾക്കില്ലേ? തൃശൂൽ, ശിവാനി, ഞാൻ കുറച്ച് ബിൽഡപ്പ് കൊടുത്തതല്ലേ, സോറി. നിനക്ക് പറ്റുമ്പോ റെഡി ആയിട്ട് വന്നാ മതി. ഏടത്തി, ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങ് വന്നേക്കണേ, കേട്ടല്ലോ? തൃശൂൽ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എല്ലാരും അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അവൻ വേണമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഛേ, ഇനി ആരെങ്കിലും മഞ്ഞൾ തേച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടോ? വന്നോളൂ. വീണേ, നീ തേച്ചു കൊടുക്കും മോളെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചടങ്ങിൽ പങ്കെടുത്തോളൂ. ആരാണ് ഇവള്? എവിടെയോ കണ്ടതുപോലെയാണെന്ന് തോന്നുന്നത്. പക്ഷെ എന്തോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്നെ ഇവള് കുഴപ്പത്തിലാക്കുന്ന തോന്നുന്നു. നിന്നോടാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഇവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ആദിശേഷ, മഞ്ഞൾ തേക്കുന്ന ഈ അവസരത്തിലെങ്കിലും എനിക്ക് നിന്നെ ഒന്ന് സ്പർശിക്കാനായല്ലോ. ഞാൻ ധന്യയായി. ആദിശേഷ, എന്റെ സ്നേഹവലയത്തിൽ നിന്നെ വാരിപ്പുണർന്ന് എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടു പോകണമെന്ന് ആഗ്രഹം തോന്നുന്നു. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ അത് സാധ്യമല്ല. നിന്നെ ഒരേ ഒരു തവണ ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി. നിന്നെ ഇവിടെ നിന്നും എന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഏതാണ് ഈ പെൺകുട്ടി? ഇവളെന്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ നിന്റേത് മാത്രമാണ്. നിനക്ക് വേണ്ടി സംവത്സരങ്ങളായി കാത്തിരിക്കുന്നവൾ. നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവളാണ് ഞാൻ. മധു, തൃശൂലിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടു നീ? ഉവ്വ് കൊച്ചമ്മേ, ഞാനും അത് തന്നെ നോക്കി നിൽക്കുന്നത്. രണ്ടാളും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുകയാണല്ലോ. മോം, ബ്രോ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? ആ ഫ്രണ്ടിന് ഇവളായിരിക്കോ? എനിക്കും അത് തന്നെയാ തോന്നുന്നേ. എന്നുവെച്ചാ തൃശൂലിന്റെ ഗേൾ ഫ്രണ്ട് ഇവളായിരിക്കുമോ? അവനോട് തന്നെ ചോദിക്കട്ടെ. അവനോട് ചോദിച്ചാ അവൻ പറയുന്ന തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ, ഈ യങ് ലേഡി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നേ? അവളോട് തന്നെ അങ്ങ് ചോദിച്ചാ പോരെ? മുത്തശ്ശി, അവളോട് തന്നെ ചോദിക്കാന്നോ? വേണ്ട, എന്തെങ്കിലും വിചാരിച്ചാലോ? ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ മതി. നോക്കിക്കോ, ഞാൻ എങ്ങനെയാ അവളെ കൊണ്ട് പറയിക്കുന്നെന്ന്. അല്ല മോളെ, നീ ആ സീതാലക്ഷ്മിയുടെ മോള് സൗമ്യല്ലേ? അത് എന്തെങ്കിലും പറ മോളെ. നീ എന്തെങ്കിലും സംശയിച്ചു നിൽക്കുന്നേ? അത് എന്നെ പറ്റി നിങ്ങൾക്കറിയില്ല? ഇല്ല, അറിയില്ല. ത്രിവിക്രം എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ത്രിവിക്രം നിന്നെ കുറിച്ച് എന്തു പറയാനാ? അവനെങ്ങനെ നിന്നെ കുറിച്ച് അറിയാൻ സാധ്യത? നീ
അവൻ എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ത്രിവിക്രം, എന്നെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞിട്ടില്ല. അത് സോറി, കല്യാണത്തിന് തിരക്കില് ഞാൻ മറന്നുപോയതാ. ആരാ ഇത്? ഇവള് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണെന്നോ? അപ്പൊ തൃശ്ശൂരിനെ അറിയോ ഇവൾക്ക്? ഇല്ലമ്മേ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവളെ ഞാൻ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. നീ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ മോളെ? ഇല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ബ്രോ, നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷെ ഈ കുട്ടി ഏതാണെന്ന് അറിയില്ല. ആരത്? ഇവള് എന്റെ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ടാ. സോഷ്യൽ മീഡിയ ഫ്രണ്ടോ? ബ്രോ, നിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലെല്ലാത്തിലും ഞാനും ഉണ്ടല്ലോ. പക്ഷെ ഇവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവരെവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. കണ്ട പോലെ ഉണ്ടോ? ആ ബ്രോ, നിനക്കതൊക്കെ തോന്നുന്നായിരിക്കും. നീ ആദ്യം പറഞ്ഞ കറക്റ്റ്. നീ ഇവളെ കണ്ടിട്ടേ ഉണ്ടാവില്ല. എടാ, ഇവള് നമ്മുടെ കോമൺ ഫ്രണ്ടേ അല്ല. ഓ, അങ്ങനെയാണോ? നിന്റെ പേരെന്താ മോളെ? മായ. മായേ, നീ എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ത്രിവിക്രമന്റെ കൂട്ടുകാരിയായി വന്ന് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തല്ലോ നീ. വളരെ സന്തോഷം. ഇവളീ വന്നിരിക്കുന്നത് ഹൽദി ചടങ്ങ് നടത്താനല്ല, എന്റെ മരണത്തിന്റെ ചടങ്ങ് നടത്താനാ. മുത്തശ്ശി, പോയിട്ട് വരാം. ഏത് ഫ്രണ്ടാണ് ഇവള്? തൃശൂർ ത്രിവിക്രം, രണ്ടുപേരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അമ്മ, ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, ഞാൻ പുറകെ വന്നേക്കാം. അറേഞ്ച്മെന്റ്സുകളൊക്കെ ശരിയാ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നോട് പറയണം. ശരിയാണ്. ഓക്കെ. ആരൊക്കെ വന്നിരിക്കുന്ന നോക്ക്. ദിഗ്വിജയ്. എന്താടാ ഈ ദിഗ്വിജയനെ നിനക്കൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്? എടാ, നിങ്ങൾ ഒരാൾക്കെങ്കിലും നേരത്തെ നടന്ന ഫംഗ്ഷൻസിൽ പങ്കെടുത്തുകൂടായിരുന്നോ? ഞങ്ങൾ നാട്ടിലില്ലായിരുന്നടാ. നാട്ടിലേ ഇല്ലായിരുന്നോ? എവിടെ പോയതാടാ? ഞങ്ങളെല്ലാം ലാസ് വേഗാസിൽ പോയിരിക്കായിരുന്നു. അത് കൊള്ളാലോടാ. ലാസ് വേഗാസിലൊക്കെ പോയിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അയ്യോ, അതൊന്നും പറയണ്ട. സമാധാനമായിട്ട് വീട്ടിലിരുന്ന എന്നെ എവിടെയൊക്കെയോ കൂട്ടിക്കൊണ്ടുപോയി ചീത്തയാക്കി കളഞ്ഞവന്മാര്. അതിന് മാത്രം എന്താടാ ഉണ്ടേ? എടാ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയി 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 എവിടാ പോയെന്ന് കറക്റ്റായിട്ട് പറയടാ. അവന്റെ ഒരു ഓരോ സ്ഥലത്തും പോയി ഒരുപാട് കാശ് കളഞ്ഞടാ. അതിന് മാത്രം എന്താടാ? കസിനോ. ഏയ്, ഒന്ന് വെറുതെ ഇരടാ. കസിനോ കസിനോ കസിനോ. എടാ, വെറും കസിനോ അല്ലടാ അത്. കാശ് കളയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലമാ അത്. നാട്ടിലോട്ട് തിരിച്ചു വരാൻ കാശ് കഴിഞ്ഞത് തന്നെ ഭാഗ്യം അല്ലേ? ഒന്ന് വെറുതെ ഇരിക്കണ. നീ സമ്പാദിക്കുന്ന തന്നെ ചെലവാക്കാൻ വേണ്ടിയല്ലേ? നീ പണത്തിന്റെ പുറകെ പോയി, ഞാൻ പെണ്ണിന്റെ പുറകെ പോയി. എൻജോയ് ചെയ്യാൻ. യുവമാരുടെ കാര്യമൊന്നും പറയണ്ട. എന്ത് മണ്ടത്തരങ്ങളാ കാണിച്ചെന്നറിയോ? ഞാനിനി ഇവരുടെ കൂടെ പോകത്തില്ല. ശരിക്കും മണ്ടന്മാര് തന്നെ. അതൊക്കെ പോട്ടെ, വിട്ടേക്ക്. എത്ര കാലത്തിന് ശേഷം ഇവനെ ഒന്ന് കാണുന്നത്. നമ്മുടെ കഥ പറച്ചിൽ നിർത്തിയിട്ട് ഇനി ഇവന്റെ കഥകൾ കേൾക്കാം. പറയടാ. അത് ശരിയാണല്ലോ. എന്താ ഇത്ര പെട്ടെന്ന് ത്രിവിക്രമന്റെ കല്യാണം ഫിക്സ് ചെയ്തത്? അത് നീ തന്നെ. ത്രിവിക്രമന് ജന്മം കൊടുത്തത് നന്ദീശനായിരിക്കാം. പക്ഷേ ഇത്രയും വർഷം അവനെ വളർത്തിയത് ഞാനല്ലേ? ഞാനും അവന്റെ അച്ഛനെ പോലെ തന്നെ. അച്ഛനാവുമ്പോ ഇത് ചെയ്യേണ്ടത് എന്റെ കടമയും കൂടിയല്ലേടാ. ഇതാണ്